ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറ്ററിംഗ് സർവീസിൻ്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കോമാച്ചി പാർക്കിലേക്ക്, മാനന്തവാടി തന്നെയാണ്, കോമാച്ചി പാർക്കിലേക്ക് ഒരു 1 ഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വോയിസ് ഓവർ കൊടുത്ത് നല്ല പരിചയമുള്ളതുകൊണ്ട് കുറേ അപാകതകളുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. നമ്മൾ ഒരു 8:45 9 മണിയൊക്കെ ആയപ്പോഴാണ് കാര്യമ്പാടിയിൽ നിന്ന് പുറപ്പെട്ടത്. അവിടുന്ന് എല്ലാവരും കൂടെ ലിയ എന്ന് പറഞ്ഞ ബസ്സാട്ടോ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആള് മൂലങ്കാവ് സ്വദേശിയാണ് ഡ്രൈവർ. അപ്പോൾ ആ ബസ്സിലാണ്. അങ്ങനെ നമ്മൾ നേരെ മാനന്തവാടി റൂട്ട് പിടിച്ചു. വള്ളിയൂർക്കാവ് അമ്പലത്തിൻ്റെ ആ വഴിക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നതൊക്കെ വള്ളിയൂർക്കാവിൻ്റെ ഒരു പരിസരമാണ് കേട്ടോ. അവിടുന്ന് നമുക്ക് കൊയിലേരിയൊക്കെ എത്തിയപ്പോൾ നമുക്ക് അവിടുന്ന് മാനന്തവാടിയിൽ നിന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് കേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുന്ന് പകുതി വഴിക്കുന്ന വാങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ പോയി മാനന്തവാടി ടൗൺ എത്തി. ബസ്സിൽ നല്ല ആഘോഷമായിരുന്നു കേട്ടോ. പാട്ട്, ഡാൻസ്, കളി. കുറച്ച് പേരൊക്കെ കുട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് എന്താ പറയുക, നല്ല രസമായിരുന്നു. നല്ല പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല അടിച്ച് പൊളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 10:30 ആയപ്പോഴത്തേനും കോമാച്ചി പാർക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ഈ കേൾക്കുന്നത് തന്നെ, ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് കേൾക്കുന്നത് തന്നെ ടൂറ് പോകാൻ പ്ലാൻ ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ. പോണ വഴിക്കൊക്കെ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 സൈഡിലും തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ എത്തി. എല്ലാവരും പാടെ ബസ്സിൻ്റെ മുമ്പിൽ നിന്ന് ഒരു പിക്കൊക്കെ എടുത്തു. ഡ്രൈവർ തന്നെയാണ് നമുക്ക് പിക്കൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരെയും കൂടെ ഒരൊറ്റ ക്ലിക്കിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സെൽഫി ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലീഡർ ഗ്രീഷ്മയും റെജീന എന്ന് പറഞ്ഞ താത്തയാണ് കേട്ടോ. അപ്പോൾ ഗ്രീഷ്മ ടിക്കറ്റ് എടുക്കാൻ പോയ ടൈമിലേക്ക് ഞങ്ങൾ കുറച്ച് സെൽഫിയും വീഡിയോ ഫോട്ടോ അങ്ങനെയൊക്കെ കുറേ പേര് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റെജീനത്തെ പോട്ടെ, റെയ്ഹാൻത പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. റെയ്ഹാൻത ബസ്സിൽ നിന്ന് കേക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് കേക്ക് താഴെ ഒരു ഇരിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവിടെ നിന്നാണ് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഗ്രീഷ്മ ടിക്കറ്റ് എടുത്ത് വന്നിട്ട് നമ്മൾ മേലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റ് എല്ലാം നമ്മൾ അവിടെ കൗണ്ടറിൽ കാണിച്ചിട്ട് സെക്യൂരിറ്റി പകുതി മുറിച്ച് വന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി. അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. ആ ഹോളിൽ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അഡൽട്ടിന് 200 രൂപയാണ് എൻട്രി ചാർജ് വരുന്നത്. കുട്ടികൾക്ക് 150 രൂപയാണ് കേട്ടോ. നമുക്കിതാ ഈ ഒരു ഹോളാണ് നമുക്ക് കേക്ക് മുറിക്കാനായിട്ട് സൗകര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ കുറേ പേര് ചെയറിലിരുന്നു. പിന്നെ ആഘോഷിക്കാനായിട്ട് ഒരു സ്വാഗത പ്രസംഗം പോലെ എല്ലാം നടത്തി. പിന്നെ വന്നിട്ടുള്ള റെജീനയും ഗ്രീഷ്മയും കൂടെ കേക്ക് കട്ട് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ അവരറിയാണ്ട് തന്നെ നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സാരിയാണ് കേട്ടോ. എസ് ഭാരത് നിന്നാണ് നമ്മൾ സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേനും അശ്വതി കേക്കൊക്കെ എല്ലാവർക്കും പീസാക്കി കട്ട് ചെയ്തു. പിന്നെ ഇതാണ് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ. മഞ്ഞയിൽ ഗ്രീൻ ഒരു ബോർഡർ ആയിട്ടുള്ള ഒരു സാരി. അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറി. അവിടെ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ എന്താ പറയുക, ഈ ക്യാമറകളൊക്കെ അതിൻ്റെ യൂസേജ് വരെ എങ്ങനെയാണെന്നൊക്കെ രൂപരേഖയൊക്കെ അതിൻ്റെ അടിയിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാണാത്ത പല ക്യാമറകളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് വന്നൊരു ചെറിയൊരു ഷോപ്പിലേക്കാണ് കേട്ടോ. ഷോപ്പെന്ന് കണ്ടാൽ തോന്നെങ്കിലും ഞാൻ അവിടെയുള്ള കുട്ടീനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എങ്ങനെ ക്യാഷാണോ പേയ്മെൻറ്റ് ചെയ്തിട്ടാണോ ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ അവിടെ നിന്ന് ഓരോ ഡ്രസ്സൊക്കെ മേടിച്ച് നമ്മളെല്ലാവരും ഇട്ട് ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, നല്ല അടിച്ച് പൊളിച്ചു. ഒരു വെറൈറ്റി വേഷമല്ലേ, അപ്പോൾ എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഇവിടെ വന്നിട്ട്, ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോറസ്റ്റിൻ്റെ ആ എൻട്രീൻ്റെ ഭാഗത്തേക്ക്
മഞ്ഞിങ്ങനെ ഉതിർന്ന് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെയാണ് അവർ ട്രെൻഡിങ് സോങ്ങിൽ ഓരോ പാട്ടൊക്കെ വെച്ചിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ഉള്ളിൽ തന്നെ. അവിടെ നിന്ന് നേരെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പേര് പൊറോട്ട കഴിച്ചു, ബിരിയാണി കഴിച്ചു, അങ്ങനെ പല ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്ത് നമ്മൾ നേരെ പോയത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിൽ കളിക്കില്ല, ഡ്രസ്സ് കൊണ്ടുവരാത്തവരൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്നും ഡ്രസ്സ് കൊണ്ടുപോയിട്ടില്ലായിരുന്നു, ചാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചാടി നല്ല ആഘോഷിച്ച് കളിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് വേറെ, പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ കളിക്കണ 1 ഹവറാണ്. അപ്പോൾ 1 ഹവറിൽ അഡൽറ്റിന് 100ഉം പിന്നെ ചിൽഡ്രൻസിന് 15 റുപ്പീസും ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 4:30 ആയപ്പം ഇറങ്ങി.